തന്നെ എപ്പോ നോക്കിയാൽ ഒരു കളി അല്ലെങ്കിൽ റീൽ ഉണ്ടല്ലോ. അമ്മ എന്നെ കൂടുതൽ പരിപാടി എന്നാ കാണിച്ചേ? ഫൈനൽ സ്റ്റേജ് എത്തിയതാ. നക്ഷത്ര, എന്ത് ലാംഗ്വേജ് ആണിത്? ഒരു ചന്ത പിള്ളേരെ പോലെ. നീ ടാബിങ് ഇട്. ഇതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നത്. ശരിയായി തിരങ്ങി മേലെ ഇതിൽ തൊട്ടുപോയത്. നിങ്ങൾക്ക് എന്തിന്റെ കുഴപ്പമാണ്? എന്നെ കേസ് കളിച്ചിട്ട് എല്ലാം തന്നെ നേരെ വിളിക്കുന്ന. എനിക്കിപ്പോ ടാബ് വേണം. നിങ്ങളെ വിളിപ്പിച്ചത് ആ കുട്ടിയുടെ കൾച്ചറിനെ കുറിച്ച് പറയാനായിട്ടാണ്. ആ കുട്ടിക്ക് ആരോട് എങ്ങനെ പെരുമാറണമെന്നറിയില്ല. ടീച്ചേഴ്സിനോടോ കുട്ടികളോടോ ഒക്കെ സംസാരിക്കുന്ന രീതി വളരെ വളരെ തെറ്റാണ്. കഴിഞ്ഞ ദിവസം നക്ഷത്ര ക്ലാസ്സിൽ ഒരു പെൺകുട്ടിയെ വിളിച്ചു. ആ ഓഡിയോ കോൾ റെക്കോർഡ് ചെയ്തിട്ട് അവ പാരന്റ്സ് എനിക്ക് അയച്ചു തന്നു. ഞാൻ നിങ്ങൾക്ക് അത് കേൾപ്പിച്ചു തരാം. നീ എന്റെ അടുത്ത് കൂടുതൽ കോണം അടിക്കില്ലേ? അതുകൊണ്ട് നീ നിന്റെ കാര്യം മാത്രം ഉണ്ടാക്കിയാൽ കേട്ടോടി. അരുണു ആ ഓഡിയോ കേട്ടതല്ലേ? എന്നാലും അവളിത് എവിടെ നിന്ന് പഠിക്കുന്നതാണെന്നോ? ഇനി സ്കൂളിലെ ഫ്രണ്ട്സ് വല്ലതും പഠിപ്പിച്ചു കൊടുത്തായിരിക്കോ? എനിക്ക് തോന്നുന്നതേ ഇവളി വേണ്ടാതിനൊക്കെ പഠിക്കുന്നത് ചിലപ്പോൾ റീൽസ് വല്ലതും കണ്ടിട്ടായിരിക്കും. എടാ, നാട്ടുകാരെ പറ്റിക്കണ പോലെ അല്ല CC-കാരെ പറ്റിക്കണേ. ഞാൻ എന്തോന്ന് പറ്റിച്ചെന്ന് ഒരു രണ്ടടവല്ലേ മുടങ്ങിയോളൂ. എന്നെ പൊന്നിയാഴ്ചയിൽ എങ്ങനെയൊന്ന് സെറ്റാക്കി താ. നിന്ന് കൊണടിക്കാൻ വെച്ചിട്ട് പുറം മാറി. ആരാ ആന്റി ഫോണില്? അത് ആന്റിയുടെ അനിയനാ മോളെ. ഒരു കഴിപ്പണം കെട്ട ചെറുക്കൻ. കളിപ്പടം കെട്ടെന്ന് വെച്ചാ? കഴിപ്പണം കെട്ടെന്ന് വെച്ചാ ഒരാ ലെവലാവി. കൊച്ചിന്റെ പാലെടുത്ത് കുടിക്കണടാ. ഇതൊക്കെ നിന്റെ തന്ത ഒന്ന് വൃത്തിയാക്കോ? എന്തിന് തന്തയെ മാത്രം ആക്കണത്? അളിയനെയും കൂടെ ഇവിടെ ഇറങ്ങണ അറിയിടുന്ന്. നീ എന്നിട്ട് ചിരിക്കണേ. അലലാതി ഒരെണ്ണം തന്നുണ്ടല്ല. പിന്നെ ഇങ്ങോട്ട് വാ. എന്റെ കഴിവിന്റെ മാങ്ങ പറിക്കാൻ പോയിക്കരുത്. കായം മടക്കം തന്നുണ്ടല്ലോ കവാല പൊളി. ഇറങ്ങി പോടാ. നീ നോക്കി നോക്കി കൊച്ചിന് നിന്നെ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഓ തന്നെ എന്ത്? നീ കളിച്ച് ഞങ്ങളുടെ കൊച്ചിന്റെ ജീവിതം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സംസ്കാരമില്ലാതാണ് നീ പിള്ളേരെയൊക്കെ നോക്കുന്നത്. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിലെ മിസ്റ്റേക്ക് നമ്മുടെ തന്നെയാ. ജന്മം കൊടുത്തുകൊണ്ടോ അവരെ നോക്കാൻ വേണ്ടി ഒരു ജോലിക്കാരി വെച്ചതുകൊണ്ടോ നമ്മുടെ ഉത്തരവാദിത്വം തീർന്നില്ല. അവിടെ മാറ്റങ്ങൾ കണ്ടപ്പോൾ നമ്മൾ കുറ്റം പറഞ്ഞ സോഷ്യൽ മീഡിയ ഫോണിനൊക്കെയാണ്. പക്ഷെ ശരിക്കും തെറ്റുകാരി നമ്മളല്ലേ. നമ്മുടെ മോൾ ഇപ്പം ഇങ്ങനെ ആയതിന് 1% പോലും അവൾ തെറ്റുകാരിയല്ല. അവൾ അവളുടെ ചുറ്റുപാടുള്ളത് കണ്ടും കേട്ടോ വളരുന്നത്. ആ രീതിയിൽ അവൾ പിന്നെ ചിന്തിക്കുകയും സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യും. ഇനി എൻ്റെ മോളുടെ ലൈഫ് വെച്ച് റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യ. ഇനി നമ്മൾ അവളെ നോക്കും.